നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. അതായത് ഗെട്ടാലോപ്സിലെ പ്രേതം ഉണ്ട് എന്ന് അറിയപ്പെടുന്ന എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണിത്. അറിഞ്ഞില്ലേ അത് പറഞ്ഞേ. എനിക്ക് എറിയണം എന്താ വെച്ചാൽ പ്രേതത്തിന് വെള്ളം കൊടുക്കുകയാണ്. ഇവരെ അറിയാം നോക്കാം. അതാ കണ്ടാ ഫ്രഷ് വാട്ടർ. അത് നമുക്ക് എടുക്കാം കണ്ട ഗൈസ്. ഇവിടെ കണ്ട നമ്മളെ പ്രേതത്തിന് ആൻസ് വരെ വെച്ച് കൊടുത്തിരുന്ന ആൾക്കാർ എന്തല്ല മനുഷ്യന്മാരാ. ഇതിലൂടെ പോകുന്ന വാഹനത്തിനൊക്കെ രൂപം കൈ കാണിക്കുകയും ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ആദ്യം കാണിക്കുക, വെള്ളം ഇങ്ങനെ കുടിക്കാൻ ഇങ്ങനെ ആദ്യം കാണിക്കുക, ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ മരത്തിൻ്റെ പാലം അടി നോക്കിയാണ്. ഹോല അമിഗോസ് കൊമേഴ്സ്ഥാൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സർച്ചുവിലാണ്. നമ്മൾ ഇന്നലെ സർച്ചുവിൽ സ്റ്റേ ചെയ്തു. ഇന്ന് നമ്മൾ സർച്ചു വന്ന് പോവുകയാണ്. ഇതാണ് ഗൈസ് സർച്ചു. ആൻഡ് നമ്മൾ നേരെ പോകുന്നത് ഗെട്ടാലൂപ്സിലോട്ടാണ്. നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറല്ല, ഒരു ഹൊറർ സ്റ്റോറി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗെട്ടാലൂപ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു ആചാരമുണ്ട്. അവിടെ ഒരു മനുഷ്യൻ്റെ തലയോട്ടി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അതേപോലെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് അവിടെ അതിന് മുമ്പിൽ നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. അതാണ് ഇന്നത്തെ വ്ളോഗ് ഗൈസ്. നമ്മൾ ഇന്നലെ നിന്ന ദീദിയുടെ കടയാണിത്. ഓക്കെ, ദീദിനോട് യാത്ര പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഓക്കെ, ദീദി ഇത് എവിടെ ഇരിക്കുന്നു. അപ്പോൾ ദീദി ബൈ ബൈ. അയ്യോ താങ്ക് യു. അങ്ങനെ നമ്മൾ ദീദിയോട് ബൈ പറഞ്ഞ് പോവുകയാണ് ഗെട്ടാലൂപ്സിലോട്ട്. എന്താ ഒന്നും അറിയില്ല. ഓക്കെ, ഗെട്ടാലൂപ്സിൽ തന്നെ കുറേ വീഡിയോ എടുക്കണം. അതുകൊണ്ട് ലെങ്ത് ആവേണ്ട വെച്ചിട്ട് നമ്മൾ കുറച്ചെടുക്കണുള്ളൂ. ഇപ്പോൾ കുറച്ചെടുക്കണുള്ളൂ. ഇതാണ് സർച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ഇതേപോലത്തെ കടകളും കാര്യങ്ങളൊന്നും കാണണമെന്നില്ല. ഫുൾ ഒഴിഞ്ഞ പ്രദേശമായിരിക്കും. ഗൈസ് ഇതാണ്ട ലഡാക്കിൻ്റെ വെൽക്കം ബോർഡ്. വെൽക്കം ടു ലഡാക്ക്. സ്നോലിപ്പാടിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ടത്. കാണാൻ ഭയങ്കര രസമാട്ടോ. അത്ര വലിയ ഇങ്ങനെ ആക്രമിക്കണ ഒരാളൊന്നും അല്ല സ്നോലിപ്പാട് പറഞ്ഞത്. മാക്സിമം മനുഷ്യന്മാരെ കണ്ട് ഒഴിഞ്ഞ് മാറാൻ അവർ ശ്രമിക്കുള്ളൂ. പക്ഷെ ഞങ്ങൾ ആലോചിച്ച് നോക്കി, ഇവർ സ്നോ ഇല്ലാത്തപ്പോൾ പേര് എവിടെ നിൽക്കൽ. ഇവിടെ കാരണത് വിൻ്റർ ടൈമിൽ ഫുൾ സ്നോ ആയിരിക്കും. ഈ മല മൊത്തം സ്നോ ആയിരിക്കും. പക്ഷേ അപ്പോൾ അവരുണ്ടാവും. പക്ഷെ അതുവരെ ഇപ്പോൾ ഈ ടൈമിലൊക്കെ ഇവർ എവിടെ നിൽക്കുന്നുണ്ടാവും. അവർക്ക് സ്നോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ, നമുക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഇതിൻ്റെ മണ്ടക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നമുക്ക് കാണാൻ പറ്റായിയാണ്, പറയാൻ പറ്റില്ല. യെസ്, എന്തായാലും സർച്ച് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഒരു ടൗൺ കിട്ടണമെന്നില്ല. യെസ്, നടക്കാം ഗൈസ്. നമ്മളൊരു ഷോർട്ട് കട്ട് എടുക്കുകയാണ്. നമ്മൾ അതിൽക്കൂടെ റോഡ് വരുന്നത്. റോഡ് അങ്ങനെ ചുറ്റി വളഞ്ഞങ്ങനെ പോകാണ്ട് വെച്ചാൽ 5 കിലോമീറ്റർ റോഡ് ഉണ്ടാവും ഇങ്ങനെ അവിടെ എത്താൻ. നേരെ മറിച്ച് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ സുഖമായിട്ട് എത്താൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നടുവിലൊരു നദി വരുന്നുണ്ട്. അപ്പോൾ നദി ക്രോസ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. പറ്റില്ലെങ്കിൽ ഇതേപോലെ റിട്ടേൺ പിന്നെ നടക്കേണ്ടി വരും. പറ്റിക്കഴിഞ്ഞാൽ നല്ല സുഖകരം. കുറേ കിലോമീറ്റർ നമുക്ക് എന്താ പറയുക കവർ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. എന്നാൽ ഇവർക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെയാണ് റോഡ് ഉണ്ടാക്കിയാൽ മതിയില്ല. അതെന്താ ചെയ്യാത്തതെന്നാവും. അങ്ങനെ കുറേ വളഞ്ഞ് മാപ്പ് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ കുറേ വളഞ്ഞ് അങ്ങനെയാണ് അങ്ങോട്ട് റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പോയേക്കാം. നമ്മളെ പോണ സ്ഥലം നോക്കിയാണെങ്കിൽ അത്രക്കും വിജനമായിട്ടുള്ള സ്ഥലം. കണ്ട ഒരാളും കാണില്ല, നമുക്ക് കാണാനില്ല. ഭയങ്കര മരുഭൂമി പോലത്തെ പ്രദേശമാണിത്. കറക്റ്റ് മരുഭൂമി പോലത്തെ ഇതാക്കണം. മരുഭൂമിന് മുൾച്ചെടി നിൽക്കാൻ പോലെ ഇവിടെ അതേപോലത്തെ ഒരു ചെടി. പക്ഷേ മുൾച്ചെടിയൊക്കെ പോലെ തന്നെയാണ് ഒരു കട്ടി സാധനം. മേത്ത് ഇങ്ങനെ കുത്തും അങ്ങനത്തെ ഒരു ചെടി. പിന്നെ നല്ല വരണ്ട ഭൂമി, ഭയങ്കര വരണ്ടിട്ട്. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഓരോ മൃഗത്തിൻ്റെ എല്ലും കഷ്ണങ്ങളൊക്കെ കണ്ടിരുന്നു. എന്താണെന്ന് അറിയില്ല. വേറെ മൃഗം ഹണ്ട് ചെയ്തതാണോ ഇല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പോയേക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ അടപടലം മുഞ്ചിരിക്കുകയാണ്. നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റൂല പണ്ടാരോ. അപ്പോൾ ഇങ്ങനെ നേരെ നടക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് സുഖം അറിയാം. അത്രയും കിലോമീറ്റർ കവർ ചെയ്യാം. ഷോർട്ട് കട്ട് എടുക്കാൻ വന്നുകൊണ്ട് ഇപ്പോൾ ഇരട്ടിപ്പണിയായി. ഇനിയിപ്പോൾ ഈ വന്ന വഴി നടക്കണം, പിന്നെ അതും പോരാനിട്ട് ആ വഴി നടക്കണം. അയ്യോ, നടക്കാനുള്ള വഴി നടക്കണം.
സംഭവം എന്ന് വെച്ചാൽ അതുണ്ടാ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ അടിക്ക് ഇറങ്ങിപ്പോക്കെ ചെയ്യാം, ഇങ്ങനെ വെല്ല ഇറങ്ങിപ്പോക്കെ ചെയ്യാം. പക്ഷേ ആ റിവർ ക്രോസ് ചെയ്യാൻ നടക്കില്ല. റിവർ ക്രോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര സുഖമായി. എന്നാൽ എങ്ങനെയെങ്കിലും നടന്ന് അങ്ങനെ അങ്ങോട്ട് എത്തേന്ന്. ഇനിയിപ്പോൾ എന്താ കാട്ടില്ല അറിയുമോ? ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴി നേരെ ആ ഭാഗത്തേക്ക് നടക്കണം. എന്നിട്ട് അവിടുന്ന് പിന്നെ റോട്ടിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ നടക്കണം. ഇനി ഇവിടെ നേരെ നടക്കണമെങ്കിൽ കുഴപ്പമില്ലേനു. ഇത് അവിടുന്ന് റിവർ വരുന്നുണ്ട്, അതാണ് ഇറങ്ങാറ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാൽ മതി. എന്നാൽ അത്രയും ഭാഗം കവർ ചെയ്തേനു. ഇത് ഇവിടെ നമ്മൾ ബാക്ക് തന്നെ നടക്കണം. ഇങ്ങോട്ട് അവിടുന്ന് പിന്നെ നടന്ന് അങ്ങോട്ട് എത്തണം. വല്ലാത്തൊരു അടുങ്ങാറ് തന്നെ. ഇന്നാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട്, ഭയങ്കര വെയിലുമാണ്. അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ല. അതാണ് ഇവിടുത്തെ മെയിൻ കാലാവസ്ഥ. അത് ഇങ്ങനെയാണ്. 10 മണി കഴിഞ്ഞാൽ 10 മണി തൊട്ട് ഒരു 2 മണി 3 മണി വരെ പേരും വെയിലാണ്. പക്ഷെ എന്നാൽ രാവിലെ ആ ഒരു 10 മണിൻ്റെ വരെ ഭയങ്കര തണുപ്പും, രാത്രി പിന്നെ അങ്ങോട്ട് പേരും തണുപ്പും. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, 8ൻ്റെ പണിയായി പോയത്. പോവാ അല്ലാതെ പത്താ. ഈ പാറ നല്ല പരിചയമുള്ളൊരു പാറ. എന്നുവെച്ചാൽ നമ്മളെ ഈ ലാപ്പിലൊക്കെ തുറക്കുമ്പോൾ വിൻഡോസിൻ്റെ വാൾപേപ്പർ ഉണ്ട്, അത് ആ പാറ ഈ പാറ ഏകദേശം സെയിം സാധനം. ഇനി അതാണോ ഇത് അറിയില്ല. അങ്ങനെ ഗൈസ് ഒരു രക്ഷയില്ല, നമ്മൾ വന്ന വഴി തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. അയ്യോ ഏകദേശം നമ്മൾ 31 കിലോമീറ്ററാണ് ഇവിടുന്ന് കെട്ടാലോപ്സിക്കുള്ളത്. അതിൽ നമ്മൾ 5 കിലോമീറ്റർ നടന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഷോർട്ട് കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു. 5 കിലോമീറ്റർ റോഡ് മുക്കൂടി നടന്നു, ബാക്കി ഇതിൽ കൂടെ ഇങ്ങനത്തെ വഴി കൂടി നടന്നു. അങ്ങനെ നടന്ന് ഈ തലക്കുന്ന എത്തിക്കാണ്ട് ഇവിടുന്ന് മാപ്പ് നോക്കിയപ്പോൾ ഗെട്ടാലോപ്സിക്ക് 19 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ ലാഭിച്ച്. പക്ഷെ അപ്പുറത്ത് കിടക്കാൻ കഴിയണില്ല. അപ്പുറത്ത് കിടക്കാൻ കൈയാണെങ്കിൽ ഭയങ്കര സുഖമായിരുന്നു. എൻ്റെ മോനെ ഒരു സാധനം വണ്ടി പോയിട്ടാ, എനിക്ക് തന്നെ അത്രയും വിട്ടെന്ന് കാണാൻ പറ്റി. ഒരു സാധനം ഇങ്ങനെ വണ്ടിപ്പോയി. ഞാനാണെങ്കിൽ ആ പുല്ലിലിരുന്നിട്ട് അതിന് മുള്ളുണ്ട് പണ്ടാരം ഫാൻ്റെ പോലെ ഒന്നായി തറച്ച് ഈ സാമാനത്തും ഇരുന്നിട്ട് എടാ എന്തോ ഒരു സാധനം വണ്ടിപ്പോയി. എന്താന്നൊരു ഐഡിയ കിട്ടിയില്ല. സ്നോലിപ്പാടാ എന്താണെന്നറിയില്ലട്ടാ. ഈ കുറുക്കനാണോ അതും അറിയില്ല. സ്നോലിപ്പാടൊക്കെ ഈ നേക്കതിന് ഞങ്ങൾ കണ്ട ഒരു സാധനം ഇങ്ങനെ തലമാത്ത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഏത് പക്ഷി പറക്കണ പോലെ, പക്ഷെ പറക്കില്ല. എന്തോ ഒരു സാധനം വണ്ടിപ്പോയി ഭയങ്കര സ്പീഡിൽ. ഇവിടെ ആ കാണൽ ഹിമാലയ ഐബെക്സ് ആടുണ്ട് ഇവിടെ. അതാണ് ഐബെക്സ് പറഞ്ഞാൽ ഒരു ആടാണ്. പണ്ടാര മൂട്ടിലൊക്കെ മുള്ളു കുത്തി കയറിക്കണ്. ഇവിടുത്തെ നിലം നോക്കിയാണ് മരുഭൂമിത്തൊക്കെ പോലത്തെ നിലം. പണ്ടാര അതിന് ഇരിക്കണ്ട് ചെയ്യാനോ. എന്നാലും എന്താണ് വണ്ടി പോയതെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്നാല് ഞാൻ നോക്കിയപ്പോൾ ഒരു തല എങ്ങനെ ഉണ്ട് ചാടി പോണേ. പുലിയാവാൻ ചാൻസ് ഉണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. ഇവിടെ സ്നോലിപ്പാടൊക്കെ ഉണ്ട്. നമ്മളെ ബോർഡ് ഞാൻ കാണിച്ചെന്നല്ലേ, വെൽക്കം ടു ലഡാക്ക് എന്നുള്ളത്. അതിൻ്റെ അടിയിൽ സ്നോലിപ്പാടിൻ്റെ ഇതാണ് കൊടുത്തുകൊണ്ടത് ചിത്രം. എന്താണെന്നൊരു ഐഡിയ ഇല്ല. മൂപ്പര് കണ്ടു എന്താന്ന് ചോദിച്ചോട്ടെ. മൂപ്പര് അതാവും നടക്കണം. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നതാ. ഈ പുല്ലിൽ ഇരുന്ന് കിടങ്ങാറായി. മൂട്ടിലിങ്ങനെ മുള്ളു കുത്തണ് ഇരിക്കണ്ടി ഞാൻ കൈമേലും കുത്തി. ഒരു കഥ ഗൈസ്. അത് സംഭവം മുയലായിരുന്നു. ഞാൻ വിചാരിച്ച് കുറുക്കനാ. സ്നോലിപ്പാടം എന്ത് ഞാൻ എവിടെ വന്നതാ. അതിൻ്റെ അടുത്തുനിന്നൊരു സൗണ്ട് ആരാക്കിൻ്റെ ഓട്ടോ. ക്യാമറ ഓണാക്കിയപ്പോൾ തന്നെ ആ ചെരുവൊക്കെ ഇറങ്ങിയത്. മുയലിൻ്റെ കൂടെ ഉണ്ടെങ്കിലും മറ്റുള്ളവർ ഇവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ റോട്ടുമ്മലെത്തി ഗൈസ്. എന്താ ഒക്കെ എടുക്കണേ അവിടെ. ഞാൻ ഇവിടെയും കെടുക്കട്ടെ. വയ്യ അത്രയും തളർന്നു. ഓക്കെ ഇങ്ങോട്ട് മലന്നടക്ക് എടുക്കട്ടെ. അയ്യോ കുറച്ച് നേരം. കണ്ണ് സൂര്യൻ കുത്തണം വേണ്ട. ഓക്കെ ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. थोड़ा शॉर्टकट में जाएगा, उधर रिवर है गाइस. അങ്ങനെ നമുക്ക് ലിഫ്റ്റ് കിട്ടി. भाई आपका नाम? मोहन. कहाँ से आप?
ഹിമാചൽ മണ്ടിയിലുള്ള ഇന്നലെ മിഞ്ഞാന്ന് നമുക്ക് കിട്ടിയത് വണ്ടിയിലുള്ള ആളെന്നെ കേട്ടോ. അവനെ പൊളിച്ച് ഭയങ്കര വെയിലാണ്, നടക്കാനും എനിക്ക് ആ ഫുഡ് പോയിസൺ അടിച്ച് പിന്നെ അങ്ങോട്ട് നടക്കാൻ വരെ കഴിയില്ല, ഭയങ്കര ക്ഷീണം പറ്റിയ. എന്തായാലും ഫുള്ള് നമ്മൾ ഫുള്ള് നമ്മളിത് അടിച്ചില്ല. നമ്മൾ ഏകദേശം കെട്ടാലിക്സിൻ്റെ ആ ഒരു ചുരമുണ്ട്, ആ ചുരത്തിൻ്റെ അടുത്ത് വരെ, ബാക്കി നമ്മൾ നടന്നു കയറും. അതാണ് കഴിച്ച് നമ്മൾ നേരത്തെ കണ്ടത്, നമ്മൾ അവിടെ നിന്നീൻ്റെത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വഴിയില്ല, കണ്ട അത്രക്കും ആയാണ് ഇവിടെ. നമ്മൾ നടന്നു നോക്കി അതിനകത്ത് കയറാൻ പറ്റൂല്ല, നമുക്കറിയില്ല. അപ്പോൾ റിസ്ക് ആവും, ഭയങ്കര റിസ്ക് ആവും അത്. അതാണ് കേട്ടാ മരത്തിൻ്റെ പാലം തടി നോക്കിയാണ് ആ റബ്ബേ. അത്രക്ക് ഇടുങ്ങിയ വഴി, റോഡൊക്കെ പോയി, ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് മാത്രം. കയറി വന്ന വളവാണത്, ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് അവിടെ ഉള്ളൂ. വേണ്ട, അതാണ് ഒരു അവസ്ഥ. പുറത്തുനിന്ന് വണ്ടി വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. മൂപ്പരാണെങ്കിൽ പോണ എല്ലാവരും തെറിവിളിച്ചാണ്. എത്രക്കാരം ആൾക്കാർക്ക് തെറി കിട്ടുന്നുണ്ടാവുന്ന അറിയാം, അമ്മതി തെറിവിളിച്ചില്ല. കാരണം ഈ പൊട്ടന്മാർക്ക് അറിയും, ഇവർ വണ്ടി ഓടിച്ചിനൊരു എല്ലാവർക്കും അറിയണ കാര്യമല്ലേ, വലിയ വണ്ടി വരുമ്പോൾ ചെറിയ വണ്ടി സൈഡാക്കണം. അതേപോലെ കയറ്റത്തുനിന്ന് വരുന്ന വണ്ടിക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവരിങ്ങോട്ട് തോന്നി മാറി ഇങ്ങനെയാണ് വരും, എന്നിട്ട് ഈ ചങ്ങായുള്ള തെറി മൊത്തം വിളിച്ചും ബാക്കിയുള്ളവരെ. കെട്ടാലൂസ് പറഞ്ഞത് 21 വളവുണ്ട്. ഇപ്പോൾ കെട്ടാലൂസ് 21 എയർപിൻ പെൻറ്റ് ഉണ്ട്. ആ അതിനെ എയർപിൻ പെൻ ലൂസ് പറഞ്ഞ വളവ്, അതാണ് കെട്ടാലൂസ്. അപ്പോൾ നമ്മളിപ്പോൾ 2 വളവ് കയറിയിട്ടുണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നിർത്താൻ പറയാനും പേടിയാണ്, കാരണം ഇവിടെ നിർത്താൻ കഴിയില്ല. ബാക്കിൽ വണ്ടി ഉണ്ട്, പിന്നെ മുമ്പിലാണ് കുറച്ച് ചൂടനാണ് ആള്. ഇവിടെ നിർത്താൻ പറഞ്ഞാൽ ചിലപ്പോൾ തള്ളൊക്കെ വെച്ചു. ഇവിടെ നിർത്തി വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം ചോദിച്ചു. പക്ഷേ അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വളവിൽ നിർത്തി കഴിഞ്ഞാൽ ഇറങ്ങാറാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങാൻ നമുക്കിവിടെ നിർത്തുമെന്ന് പറയാനും പേടിയാണ്. ഇപ്പോൾ സ്ഥലം കണ്ട സ്ഥലമാണ്, പക്ഷേ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളടുത്ത് ആകെ 2 കുപ്പി വെള്ളം ഉള്ളത്. എൻ്റെ അടുത്ത് 2 കുപ്പി, മുപ്പടുത്ത് 2 കുപ്പി. ആ 2 കുപ്പി കൊണ്ട് എന്താ പറയുക, വല്ലതും കഴിപ്പിച്ചണം. വേറെ ഇവിടെ ബ്ലോക്കായി ആ കാര്യം പിന്നെ പറഞ്ഞുതരാം. ബ്ലോക്ക് കുഴപ്പമില്ലാതെ പോന്നു. പക്ഷെ അവിടെ ഉണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ റോഡ് കണ്ട, അല്ല വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന റോഡ്. ഉയരത്തിലെത്തുമ്പോൾ അടിക്ക് നോക്കാൻ ഭയങ്കര രസമാണ്. കാഴ്ച നോക്കി വണ്ടികളിങ്ങനെ വരുന്ന നോക്കി, നിങ്ങൾ കറക്റ്റ് കാണാറില്ല, കുറച്ച് വൈഡില്ല. ഞാൻ ഒന്നും എടുത്തിട്ടിട്ട് കാണിച്ചില്ല. വേണ്ട വണ്ടികൾ അങ്ങനെ പോകണ്ട, എൻ്റെ ഒരു കെടിന് കാഴ്ച. പക്ഷെ ഭയങ്കര ഇടക്കാറാണ് അവർ ഓട്ടാനേ. ഞാൻ അടുത്ത വളവൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം. വണ്ടി വരുന്ന കണ്ടിട്ട് സ്പീഡ് വന്നിക്കാം. ഇയാളുണ്ടോ അവിടെ സൈഡാക്കിയത്? അതൊരു സൈഡാക്കിയില്ല, എന്തൊക്കെയോ വിളിച്ചിട്ടുണ്ട്, എന്താ നമുക്കും അറിയില്ല. അതുകൊണ്ട് പോയി പ്രശ്നമില്ല. വണ്ടിയാണ് സൈഡ് അപ്പൊ അതന്നെ ഇവിടുത്തെ ഒറ്റ ആൾക്ക് മര്യാദ ഡ്രൈവർ ഓടിച്ചാൻ അറിയില്ല. ഒന്നാമത് ഒതുക്കി കൊടുത്തപ്പോ കയറി പോകുന്നത് വള്ളി മുട്ടിയത് കിട്ടൂല, എവിടെയാ കിട്ടൂല. ഇവിടെ സ്പേസ് ഉണ്ട്, ഒതുക്കാൻ സ്പേസ് ഉണ്ട്, എന്നിട്ട് ഒതുക്കിയില്ല അവിടെ.
അത് പറഞ്ഞു ഒക്കെ ഒരു പൊട്ടന്മാർ തന്നെ. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ ഇറങ്ങി. എൻ്റെ മോനെ എങ്ങനെയൊക്കെ ഇറങ്ങി ഇതൊന്ന് പോവാ. ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ സത്യം പറഞ്ഞാൽ നല്ലൊരു തീരുമാനമാണ് ആ ലോറി കയറിയത് പറഞ്ഞത്. കാരണം ഇപ്പോൾ വേണ്ട അവിടെ റോഡാണ്ട, ആ റോഡിൽ നിന്ന് ഇവിടെ വരെ വന്നപ്പോൾ തന്നെ നന്നായിട്ട് കിതക്കുണ്ട്. പിന്നെ തല മിന്നണ പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ നടക്കണം, ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഒറ്റ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് അങ്ങനെ നടക്കണം. കാരണം നമുക്ക് ഒറ്റയടിക്ക് നടന്നാൽ കുഴഞ്ഞു പോകും. 13,000 ഫീറ്റ്, അറൗണ്ട് 14,000 ഫീറ്റ് ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതും പോരാണ്ട് ഈ ബാഗ് വിട്ടാണ് നമ്മൾ നടക്കണത്. അതുകൊണ്ട് നമ്മൾ ഈ വളവ് ഇത്രയും കയറി തന്നെ വലിയ നന്നായി. നമ്മൾ ആദ്യം വിചാരിച്ച ലോറി ആ വളവ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് ലോറിക്കാരോടൊന്ന് നിർത്താൻ പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നടക്കാമെന്ന് വിചാരിച്ചേ. അവിടെ നടക്കുകയാണെങ്കിൽ ഇന്നും നിർത്തൂല, കാരണം അത്രക്കും വലിയ നടക്കാൻ ചെയ്യാനുള്ളൂ നമുക്ക്. ഇപ്പം തന്നെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രീത്ത് പ്രശ്നം വരുന്നുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇനി പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ഒരു ഓട്സ് കണ്ടാണ് ഇറങ്ങിയത്. മേലേക്ക് എത്തിയിട്ട് തിന്നാനൊരു നല്ല സാധനം പാടില്ല, ആകെയുള്ളത് മാഗിയാണ്, പിന്നെ ഓട്സ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ ദർശിൽ നമ്മളന്ന് നിന്നതിൻ്റെ എന്തായാലും ദർശിൽ നല്ല കിടിലൻ ചോറും മട്ടൻ കറിയാണ്. മട്ടൻ കറി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു മട്ടൻ കറിയാണ് അന്ന് കിട്ടിയത്. ഓ അതൊക്കെ കിട്ടിയാൽ ഒരു ചെമ്പ് ഞാൻ കാര്യമാക്കും. അതിന് മാത്രം പൈസനുമുണ്ട്. വെള്ളക്കുപ്പിയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇതില്ല, ആകെ 3 വെള്ളക്കുപ്പിയാണ് ഒരാടുത്തുള്ളത്. അപ്പോൾ ഇന്ത്യ ഒന്ന് കഴിഞ്ഞു, ഇനി 2 പിന്നെ നമ്മളെ പ്രേതത്തിൻ്റെ സ്ഥലത്ത് അവിടെ വെള്ളക്കുപ്പികൾ കുറേ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ അവിടെ എത്തിയിട്ട് കഥ പറഞ്ഞുതരാം, എന്നാലേ അങ്ങക്ക് അതൊരു കിട്ടുള്ളൂ. ഓക്കെ, അവിടെ ഇഷ്ടം പോലെ വെള്ളക്കുപ്പി ഉണ്ടാവും, ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും. നോക്കിയാ പോയേക്കാം. 2 മണിയായി സമയം. ഇതാണ് നമ്മൾ ഇന്നത്തെ ഭക്ഷണം. അയ്യോ, കാരണം വേറെ ഒന്നും കിട്ടില്ല, വളവല്ലേ, ഒന്നും ഉണ്ടാവില്ല അവിടെ. ആ പ്രായത്തിന് ആരെയും ബിസ്ക്കറ്റൊക്കെ എന്തെങ്കിലും കൊടുത്തിക്കണേ അത് തിന്നാൻ പറ്റും, അല്ലാതെ വേറെ ഒന്നും കിട്ടൂല നമുക്കവിടെ. തിന്നാണ്ടറിയില്ല, തലക്ക് ഇങ്ങനെ ഒരു ഇത് കനം കുറവ്, വിൽക്കാൻ പോണ പോലെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അത് നോക്കിയാണ് ഒരു ലാൻഡ് ക്രൂയിസറാണ് വരുന്നത്. ചെങ്ങ ഇത് എന്ത് വായിച്ചിട്ടാണ് വരുന്നത് നിൽക്കല്ല, അത്രയും നല്ല റോഡ് ഉണ്ടായിട്ട് ഇതിൽ കൂടെ തന്നെ വരുന്നത്. സംഭവം ഓഫ് റോഡൊക്കെയാണ്, ലാൻഡ് ക്രൂയിസർ നല്ല വണ്ടിയൊക്കെയാണ്. പക്ഷേ ഈ ബൈക്കൂടെയൊക്കെ കൊണ്ടുപോകാൻ ആൾക്ക് താല്പര്യം ഉണ്ടാവോ? എന്തായാലും ഒരു സമ്മതിച്ചിട്ടാ ഈ ബൈക്കൂടെയൊക്കെ. ഇത് നമ്മളിപ്പോൾ നടന്നു വന്ന വയ്യാണിത്, ഭയങ്കര ഇടങ്ങാറടിച്ച ഒരു വയ്യാണ്. അവിടെ ആ ഭാഗത്ത് നല്ല കുണ്ടൊക്കെ ഉണ്ട്. ആണ്ടാ തട്ടി ഇല്ല, അടി തട്ടിയാ ഇല്ല, അല്ലോ അവിടെ പെട്ട്, അവിടെ നല്ല സീനാണ് അവിടെ. ഓ സമ്മതിച്ചിട്ടാണ് എങ്ങനെയാ ഇത്രയും നല്ല സൂപ്പർ ആയിട്ട് ഇതിൽ കൂടെ തന്നെ കൊണ്ടുവരുന്നത്. ആകുമ്പോൾ അത്രയും പൈസേൻ്റെ മുതലാണ് വരുന്നത്. അത് ഈ ബൈക്കൂടെ ഓഫ് റോഡുള്ള വണ്ടി തന്നെയാണ്, എന്നാലും ഈ ബൈക്കൂടെയൊക്കെ കുറച്ച് ഇടങ്ങാറാണ്. ഇടങ്ങാറില്ല, എവിടെ തട്ടി കഴിഞ്ഞാൽ എന്താ പറയുക, പൈസ ഇറങ്ങണ വയ്യ അറിയില്ല. പിന്നെ ഇപ്പോൾ ലാൻഡ് ക്രൂയിസർ വാങ്ങാനുള്ള പൈസ അവനെടുത്തുണ്ടെങ്കിൽ അന്നാക്കാനുള്ള പൈസ അവനെടുത്തുണ്ടാവും. അതിപ്പോൾ നമ്മൾ വേച്ചാറാവേണ്ട ആവശ്യമില്ല. എന്തായാലും ഇവിടെ എത്തിയിട്ടാ. അത് പുതിയ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പോലില്ല ഇതിന്, നമ്പർ പ്ലേറ്റ് പോലില്ല. ഇങ്ങനെ ഗൈസ് ആ കാണുന്നതൊക്കെ കയറി വന്ന് നമ്മൾ എത്തിയിരിക്കുന്നു ഗെട്ടാലുപ്സിലെ മെയിൻ പോയിന്റ്, പ്രേതത്തിൻ്റെ ശല്യം ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ സ്ഥലം. എൻ്റെ മോനെ എത്തി. ഇന്നത്തെ ടെൻ്റടി ഇവിടെയാണ്. ഓ അങ്ങനെ ഗൈസ് നമ്മളത് അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. അതായത് ഗെട്ടാലുപ്സിലെ പ്രേതം ഉണ്ട് എന്ന് അറിയപ്പെടുന്ന, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണിത്. ചുറ്റും കുപ്പികൾ കണ്ട, ഈ കുപ്പികൾ എന്താണെന്നറിയോ? പ്രേതങ്ങൾക്ക് ഇവിടെ ഉള്ള പ്രേതത്തിനെ കുടിക്കാൻ വെക്കുന്ന ആൾക്കാർ. ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ വണ്ടി പോകുമ്പോൾ ലോറിക്കാരായാലും ആരായാലും വിശ്വാസമുള്ള ആരായാലും ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ കുപ്പി അറിഞ്ഞിട്ടേ പോവുള്ളൂ, വിശ്വാസമുള്ളവർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അവിടെ പോയേക്കാം. ഇതിൻ്റെ നടുവിൽ തന്നെ പറയാം. അതുകൊണ്ടായിരുന്നില്ലേ അത് പറഞ്ഞേ. എനിക്ക് എറിഞ്ഞ എന്താ വെച്ചാൽ പ്രേതത്തിന് വെള്ളം കൊടുക്കുകയാണ്.
ഇവരെ അറിയാം നോക്കാം ആക്കാം അതാ വേണ്ട ഫ്രഷ് വാട്ടർ അത് നമുക്ക് എടുക്കട്ടെ അത് നമുക്ക് എടുക്കാം വേണ്ട അത് നോട്ടിട്ട് നമ്മൾ എടുക്കും അത് ഓക്കെ അത് കണ്ട ഫ്രഷ് വാട്ടർ നമ്മുടെ അടുത്ത് വാട്ടർ ചെയ്യാം പ്രായത്തിൻ്റെ കഥ പറഞ്ഞുതരാം ഇവരൊക്കെ ഒന്ന് പോകട്ടെ എന്നിട്ട് പറഞ്ഞുതരാം केरला घूमने जाना है कैसा है हाँ केरला कैसा है घूमने में केरला कैसे घूमने आना है हमें इसके बाद वही जाना नहीं केरला टू वो आधा थोड़ा मैं हिंदी थोड़ा मालूम कहाँ से पंजाब पंजाब हाँ ओके बाय ആ വെള്ളം ഏതാവോ അതിന് പറഞ്ഞത് ആ വെള്ളം ആദ്യം നോക്കണം അത് ഈ കുപ്പീൻ്റെ അടി കാണൂല ആ സ്റ്റോറി പറഞ്ഞേ കേസ് പ്രായത്തെ സ്റ്റോറി പറഞ്ഞതാ മണാലി ഹൈവേ ഏകദേശം 450 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ റൂട്ട് എന്താ ഹൈപ്പാസ് ഇപ്പോൾ സമുദ്രനിരപ്പിൽ 13,000 ഫീറ്റ് ഉയരത്തിലാണുള്ളത്. ഇവിടെയൊക്കെ പെട്ടെന്ന് കാലാവസ്ഥ മാറും. ഇപ്പോൾ ഒരു ചൂട് മാറിയൊരു കാലാവസ്ഥയാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഇവിടെ സ്നോ പെയ്തിടാനില്ല, അതുപോലെ അങ്ങനെ പെട്ടെന്ന് കാലാവസ്ഥ മാറും. അപ്പോൾ മണാലിയിൽ നിന്ന് ലേക്ക് ചരക്കുമായിട്ട് വന്ന ഒരു ലോറി, ഈ വണ്ടി പോട്ടെ ബാക്കി എന്നിട്ട് പറഞ്ഞുതരാം. മണാലിയിൽ നിന്ന് ലേക്ക് ചരക്കുമായ ലോറി, ഇവിടെ എപ്പോഴും കാലാവസ്ഥ മാറാനാണ്. മണാലിയിൽ നിന്ന് ലേക്ക് ചരക്കുമായി പോയ ലോറി ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആയി ഈ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ എന്താ പറഞ്ഞു, ജി ക്ലീനറോട് പറഞ്ഞ് ഈ ഇതിലിരിക്ക്, ഞാൻ ഇവിടെ പോയിട്ട് മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ പോയിട്ട് മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാറുണ്ട്. അതിന് ഡ്രൈവർ പോയി. പക്ഷേ ഇവിടെ പെട്ടെന്ന് കാലാവസ്ഥ വരെ സ്നോ പെയ്യാൻ തുടങ്ങി, ഐസ് വീണി, റോഡാണ് ക്ലോസ് ആയി. പിന്നെ അങ്ങോട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഡ്രൈവർക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ആ സമയത്ത് ഭക്ഷണവും വെള്ളം കിട്ടാതെ ഇത് ക്ലീനർ ഇവിടെ കിടന്ന് മരിച്ചിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇതിലൂടെ പോകുന്ന വാഹനത്തിനൊക്കെ രൂപം കൈ കാണിക്കുകയും ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ആദ്യം കാണിക്കുക, വെള്ളം ഇങ്ങനെ കുടിക്കാൻ ഇങ്ങനെ ആദ്യം കാണിക്കുക, ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ വണ്ടികൾ അപകടത്തിൽ പെടൽ തുടങ്ങി. അപ്പോൾ ഒരു രൂപം ഇങ്ങനെ കൈ കാണിക്കും, ഇങ്ങനെ ഭക്ഷണം വെള്ളം ചോദിച്ച് ആവശ്യപ്പെട്ടുകാണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ആളുകളുടെ വിശ്വാസപ്രകാരം ആ മരിച്ച ക്ലീനർക്ക് ഭക്ഷണം വെള്ളം കിട്ടാണ്ട് മൂപ്പര് മരിച്ചിരുന്നത്. അപ്പോൾ മൂപ്പര് ആത്മാവാണ് ഇവിടെ അപകടം ഉണ്ടാക്കണമെന്നുള്ളതിൽ ഇവിടെ പോകുന്ന ലോറിക്കാരുണ്ട്, വണ്ടിക്കാരെല്ലാവരും ഇവിടെ എന്ത് ചെയ്യും, ഇതേപോലെ ബോട്ടിൽ വെള്ളം, അതുപോലെ ബിസ്ക്കറ്റ് പാക്കറ്റ്, ഇങ്ങനെ ഇവിടെ കണ്ട റൊട്ടി ഉണ്ട് എറിഞ്ഞിട്ടിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഇത് ഈ പ്രാതത്തിന് ആത്മാവിന് കൊടുക്കണം. ഒരു തലയോട്ടുണ്ടായിരുന്നു, ഇവിടെ കാണുന്നില്ല, ഇതിൻ്റെ അകത്തോടെ മണ്ണിലാക്കിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ചരിത്രം. നമുക്കിതിൽ വിശ്വാസമൊന്നുമില്ല. ഇത് പിടിച്ച് ഇവിടെ ദാഹിച്ചിട്ട് വെച്ചാൽ പ്രാതത്തിന് ആറ് വെച്ച വെള്ളം നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വെള്ളത്തിന് ക്ഷാമം കിട്ടൂല. കാരണം വെള്ളം വേണ്ടി ഇപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും ആൾക്കാരൊക്കെ വെള്ളം ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വെള്ളം നോക്കിക്കാണ്ട് മാത്രം എടുക്കാം. അങ്ങനെ വെള്ളം നമ്മൾ കട്ടുപിടിച്ച് പ്രായത്തിന് വെച്ച വെള്ളമാണ്. ഇതിൽ വിശ്വാസമുള്ളവർക്ക് ഇപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള കാര്യമൊക്കെ അത്. പക്ഷെ നമുക്ക് ഇതിൽ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകേണ്ടവർക്ക് അല്ലാത്തവർക്ക് ഇങ്ങനെ തള്ളിക്കളയാ. ആൻഡ് ഇനി നമ്മളെ മെയിൻ അഡ്വഞ്ചർ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ഇവിടെയാണ് ടെൻ്റ് അടിക്കുന്നത്. ഒന്നെങ്കിൽ ഇവിടെ അടിക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്ത് അടിക്കണം. നിരപ്പായ ഒരു സ്ഥലം നോക്കിയിട്ട് അടിക്കണം. അവിടെ കൊക്കക്കോളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുതിയതാണെങ്കിൽ ഒരു കുടിച്ചേ നമുക്ക്. പക്ഷെ ഇത് ഏതൊക്കെ കാലത്തിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക, ആരൊക്കെ എന്തൊക്കെ ഇടണമെന്ന്. എന്നിട്ട് കറക്റ്റ് സാധനം നോക്കിയാണ്ട് ആ സാധനം എടുക്കുക, തിന്നാ കുടിച്ചാൽ. പക്ഷെ തിന്നണ സാധനങ്ങൾ അധികം കുറവാണ് കേട്ടോ. ഒക്കെ വെള്ളക്കുപ്പിയാണ് അധികം. ഞാൻ എൻ്റെ കഴിഞ്ഞ യാത്രയിൽ എനിക്ക് സത്യം പറഞ്ഞിട്ടൊന്നും അറിയില്ലാന്നിട്ടന്ന് ഞാൻ ഈ റൂട്ടിൽ സ്കൂട്ടിയിട്ട് വന്നിട്ട് ബസ്ന്ന് പറഞ്ഞൊരവസ്ഥ. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് പാക്കറ്റും ഒക്കെ ഇരിക്കണേ. ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. ഞാൻ ബിസ്ക്കറ്റ് പൊട്ടിച്ച് നിന്ന്. പിന്നെയാണ് ഇത് ഗോസ്റ്റിൻ്റെ ആണെന്നുള്ള സ്റ്റോറി ഞാൻ അറിയുന്ന നാട്ടിൽ കത്തിൻ്റെ ശേഷം. പിന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നിട്ടാ. ഇതേണ്ട ഇവിടെ കുടത്തിലൊക്കെയാണ് ആൾക്കാർ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിക്കണതാ, റൊട്ടി വെച്ചിക്കണതാ. റൊട്ടി നല്ലതാണാവാ. വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒഴിച്ചോണ്ട് ചെയ്യാനല്ലോ. നമുക്ക് ഒന്നൂടെ ആ കുപ്പിയോടെ വെച്ചാളി, നമുക്ക് കുടിച്ചതിൻ്റെ ബാക്കി വെച്ച് കൊണ്ടാ. മാന്യനാണ് അവിടെ അങ്ങനെ വെച്ചിക്കണം, അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ട ആൾ കൂടി. ഇതണ്ട ഒരാൾ സ്കൂട്ടിയിൽ, ഒരു പെണ്ണ്, ഒരു ലേഡിയാണത് സ്കൂട്ടിയിൽ ഇവിടെ വരെ വന്നത്. വെസ്റ്റ് ബംഗാളാണ് വണ്ടിൻ്റെ അടുത്ത്. ഞാൻ വെള്ളമൊക്കെ വേണ്ടി വന്നാണ്. ഓ ഇവർ രണ്ട് ലേഡീസ് വണ്ടിയിൽ യാത്ര ചെയ്യാവുന്നുണ്ടോ? അതുണ്ടോ? നേരത്തെ വേറെ കുറേ ബൈക്കേഴ്സ് വന്നു ഇവിടെ ഇങ്ങനെ വെള്ളം വെക്കണതാ. ആ നിങ്ങളെത്ത അവിടുത്തെ സെക്യൂരിറ്റി ആയി നിൽക്കപ്പോ? നിൽക്കി ചങ്ങ പോട്ടെ. എന്തായാലും ഒരു ചങ്ങ ഇവിടെ അടുത്ത് തന്നെ ഒരു കുപ്പി ഇട്ടിട്ടുണ്ട്, 2 ചെറിയ കുപ്പി. അപ്പോൾ കുഴപ്പമില്ല.
അപ്പോൾ എന്തായാലും വെള്ളം കൂടി മുട്ടില്ല, വെള്ളം കിട്ടാനേ ചാവുന്നില്ല. ഭക്ഷണം കിട്ടാൻ ഇവിടെ ഭയങ്കര ദൂരമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ആട് ചോദിച്ചപ്പോൾ ഇനി അങ്ങോട്ട് ബഹുദൂരഹെന്ന് പറഞ്ഞു. നമുക്കിനി ഒരു ഇത് കിട്ടുകയാണെങ്കിൽ, ഇത് തിന്നാൻ കിട്ടണമെങ്കിലേ നമ്മുടെ അടുത്ത് മാഗി ഓട്സൊക്കെ ഉണ്ട്. അപ്പോൾ പ്രശ്നമില്ല, വെള്ളം ഉണ്ടായതുകൊണ്ട് നമുക്ക് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഗൈസ് ഇവിടെ കണ്ട നമ്മളെ പ്രായത്തിന് ആൻസ് വരെ വെച്ച് പിടിക്കുന്ന ആൾക്കാർ എന്തല്ല മനുഷ്യന്മാരാ. ആൻസ് ബീഡിക്കുറ്റി തീപ്പെട്ടി അതൊക്കെ വെച്ചേ എന്തെല്ലാം മനുഷ്യന്മാരെ അറിയാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ പറയുക ആൾക്കാർക്ക് കൊടുക്കാൻ ഭയങ്കര ഉത്സാഹം. ഈ ബീഡി ആൻസ് ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമുള്ള പരിപാടിയാണ്. എന്തായാലും ഇവിടെ ടെൻ്റ് അടിച്ചാൽ 2 ഗുണമുണ്ട്. ടോയ്ലറ്റ് പോകാൻ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ബോട്ടിൽ വെള്ളം എടുക്കാം, ഇറങ്ങാം. സത്യം പറഞ്ഞാൽ നമ്മളെ കുടുങ്ങിയെന്ന് വിചാരിച്ചു കഴിഞ്ഞു. കാരണം നമ്മുടെ അടുത്ത് കുടിക്കാനാകെ 2 ബോട്ടിലെ വെള്ളമുള്ളൂ. അതുതന്നെ എങ്ങനെയൊക്കെ കുറച്ച് കുടിക്കണം. കാരണം ഇനി അങ്ങോട്ട് കുറേ ദൂരമുണ്ട് നമുക്ക് നല്ലൊരു കട കിട്ടണമെങ്കിൽ. പക്ഷേ ഇവിടെ ഇപ്പോഴും ആ വിശ്വാസം നിലനിൽക്കണോണ്ട് എല്ലാവരും ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടർ മാത്രം നോക്കി അത് മാത്രം സ്പോട്ട് ചെയ്തിട്ട് അത് മാത്രം നോക്കിയിട്ട് അത് മാത്രം നമുക്ക് എടുക്കാം. ഇത് കുടിച്ചാൽ ഇത് കണ്ട റൊട്ടി സബ്ജി പിന്നെ ബീഡി കണ്ട ബീഡി ആൻസ് അങ്ങനെ എല്ലാ സാധനങ്ങളും പ്രായത്തിലുണ്ട്. പക്ഷേ ഇവിടെയാണ് തലയോട്ടി ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ തലയോട്ടി കാണില്ല. ഇനിയിപ്പോൾ നായി കടിച്ചുണ്ടോ അതിൻ്റെ അടിയിൽ പോയാൽ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരാളിത് കുടത്തിൽ ഇവിടെ വെള്ളം വെച്ചിക്കണേ. അങ്ങനെ എന്താ പറയുക പ്രായത്തിന് ആവശ്യമുള്ള എല്ലാവിധ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിക്കണം. ഇതൊക്കെ ഇന്ന് വെച്ചതാണെങ്കിൽ ഉറപ്പാണ് ഞാൻ തിന്നില്ല. കാരണം അതിന് മാത്രം പൈച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കനത്തിൽ തിന്നാൻ മാത്രം ഒന്നുമില്ലെന്ന്. നമ്മുടെ അടുത്തുള്ള എന്താ പറയുക മാഗിയും ഓട്സും ആണുള്ളത്. ഓട്സ് തിന്നാൽ പിന്നെയും വയറ്റിൽ കിടക്കും, മാഗി ഒന്നും ആവില്ല. അതും ഇത്രയും നടന്ന് വന്നതാണ്. കുറച്ചൊക്കെ വണ്ടി കയറിയെങ്കിലും ഈ ഭാഗം നടന്ന് വരാറ് വലിയ അടങ്ങാറാണ്. ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം, ആൾട്ടിറ്റ്യൂഡ് ഏരിയ അല്ലേ, ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ട്. അങ്ങനെ വൻ വിഷയമാണ് ഇവിടെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോണത്. ഇവിടെ നല്ലൊരു സ്പേസ് നോക്കിയിട്ട് നിരന്ന സ്പേസ് നോക്കിയിട്ട് നമ്മളിവിടെ ടെൻ്റ് അടിക്കുന്നതായിരിക്കും. ആൻഡ് രാത്രിയൊക്കെ അവൻ വെയിറ്റിംഗ് ആണ്. രാത്രിക്ക് എന്തെങ്കിലും നടക്കുമെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ആൾക്കാർ തന്നെ ചിലപ്പോൾ എന്താ പറയുക പ്രേതം ഉണ്ടെന്ന് ആയിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ആളെങ്കിലും ആളെ മറ്റേ തലയിൽ മുണ്ടൊക്കെ ഇട്ടുകൊണ്ട് ചിലപ്പോൾ കൈയായിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് അങ്ങനെ വിശ്വാസം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നൊരു നടന്നൊരു സ്റ്റോറിയാണിത്. വെറും കെട്ടുകഥല്ല, ഇതൊരു നടന്നതാണ്. അപ്പോൾ അയാളൊരു അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇവിടുന്ന് പഞ്ചറായി, ഇവിടുന്ന് ലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് പഞ്ചറായി കഴിഞ്ഞാൽ ലേ പോയിട്ട് ആളെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ എന്തൊരു അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ ലേ. അപ്പോൾ അതുവരെ ആ ക്ലീനർ ഇതിനുള്ളിൽ ഒറ്റയ്ക്ക് ആയിരുന്നു. അപ്പോൾ തന്നെ സ്നോഫാൾ വീണ് അങ്ങനെ ഇവിടെ ഒന്നായിട്ട് മൂടി അയാൾ ഒറ്റക്കായി. അയാളൊരു അവസ്ഥ എന്തൊക്കെയാലും ഒന്നില്ലെങ്കിൽ ഇതൊരു കഥല്ല, കെട്ടുകഥല്ല, ശരിക്കും നടന്നതാണ്. അപ്പോൾ അയാളൊരു അവസ്ഥ എന്തൊക്കെയാലും ഭക്ഷണം വെള്ളമൊന്നും കിട്ടാതെ അയാൾ അത്രയും ദിവസം എത്ര ദിവസമാണ് അതിൽ കഴിച്ചു കൂട്ടി നമുക്ക് പറയാനില്ല. പക്ഷേ 2 മാസത്തോളമൊക്കെ അയക്കണോ സ്നോ ഒക്കെ റെഡിയായി വന്നപ്പോൾ അപ്പോഴത്തേനും ആൾ മരിച്ചിരിക്കണോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഒരു ഹൊറർ സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് ഇതൊരു വിശ്വാസമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രേതം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അതെന്തായാലും നമ്മൾ ഇന്നത്തോടെ നമ്മൾ മാറ്റി കൊടുക്കും. കാരണം നമ്മളിന്ന് ഇവിടെ ആണല്ലോ ടെൻ്റ് അടിക്കുന്നത്. അപ്പോൾ കാണുകയാണെങ്കിൽ നമ്മളെ കരം കൂടെ ആദ്യം കാണില്ല. എന്തായാലും നോക്കാം. ഇതാകണം ഇപ്പോൾ ഒരു ചങ്ങായിട്ട് പോയതാണ് ഈ വെള്ളം. അപ്പോൾ അത് നമ്മൾ സ്പോട്ട് ചെയ്ത് വെച്ചീനെ. അപ്പോൾ അത് കിട്ടി. ഇത് ചെറിയ ബോട്ടിലാണ്, പക്ഷേ ഫ്രഷ് ബോട്ടിൽ പൊട്ടിച്ചിട്ട് തന്നെയാണ് അവിടെ നമ്മളെടുത്തെടുത്ത്. മിക്കവാറും ഓരോടെ നിർത്തി ഓരോ നല്ലൊരു ഫ്രഷ് ബോട്ടിലിടും. കാരണം ആ ഡിക്കിന് ബോട്ടിലുണ്ട്. നമുക്ക് ഇത് ഇവിടെ തന്നെ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടുകൊണ്ട് ഈ വിശ്വാസമുള്ള ആൾക്കാർക്ക് ഇത് പറ്റൂല. അവർക്ക് വെച്ച വെള്ളമല്ലേ. വിശ്വാസമുള്ള ആൾക്കാർ ഇത് കണ്ടായപ്പോൾ നമ്മൾ ചീത്ത അറിയും. അതുകൊണ്ട് ഒരു പോയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ടെൻ്റ് അടിക്കും. അപ്പോൾ എന്താവും ഒന്നും അറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ നമുക്ക് പാർട്ട് 2 ആയിട്ട് കാണാം. അതും ഒന്നും പറ്റിയിട്ടേക്കും കാണാം. ഇനി പ്രേതം വന്നിട്ട് പറഞ്ഞ പോലെ വിശ്വാസപ്രകാരം പ്രേതം കാണിട്ട് വന്ന് നമ്മളെ കൊണ്ടുപോയാലേ അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, പീസ്.